കണ്ണൂരിൽ വീട്ടിനകത്ത് കളിപ്പാട്ടത്തിനടിയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടിയ വാർത്ത ഞെട്ടലോടെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. രാജവെമ്പാല കടിച്ചാൽ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന പ്രചാരണം നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഉണ്ട്. ഇതിൽ വസ്തുതയുണ്ടോ? പരിശോധിക്കാം 24 എക്സ്പ്ലെയിനറിലൂടെ. ഒരു കടിയിൽ ഏറ്റവും കൂടുതൽ അളവ് വിഷം കുത്തിവെക്കാൻ കഴിവുള്ള പാമ്പുകളിലൊന്നാണ് രാജവെമ്പാല. 20 പേരെയോ ഒരാനയെയോ കൊല്ലാനുള്ള വിഷം ഒരു കടിയിൽ വമിപ്പിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. നാഡീവ്യവസ്ഥയെയാണ് വിഷം പ്രധാനമായും ബാധിക്കുന്നത്. മസ്തിഷ്കത്തിലെ റെസ്പിറേറ്ററി സെന്ററിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ശ്വസന പ്രക്രിയ തടസ്സപ്പെടാനും അതുവഴി മരണം സംഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വെന്റിലേറ്ററി സപ്പോർട്ട് അടക്കം ആവശ്യമായി വരും. രാജവെമ്പാലയുടെ കടിയേറ്റാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയാണ് വേണ്ടത്. രാജവെമ്പാലയുടെ കടിയേറ്റാൽ ആശുപത്രിയിൽ ASV അഥവാ ആന്റി സ്നേക്ക് വെനം ഉണ്ടെങ്കിൽ പോലും കാര്യമില്ലെന്നും ചില പ്രചാരണം നടക്കുന്നുണ്ട്. ഇതും തെറ്റായ പ്രചാരണമാണ്. രാജവെമ്പാലയുടെ കടിയേറ്റ നിരവധി പേർ ചികിത്സയിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പാമ്പ് കടിക്കുമ്പോൾ രക്തത്തിൽ കലർന്ന വിഷത്തെ ASV ന്യൂട്രലൈസ് ചെയ്യും. എത്ര വയൽ ASV നൽകണമെന്ന് ചികിത്സിക്കുന്ന ഡോക്ടറാണ് നിശ്ചയിക്കുക. ശരീരത്തിലെ ലക്ഷണങ്ങളും ലാബ് പരിശോധനയും ഡോക്ടറെ ഇതിന് സഹായിക്കും. നിലവിൽ മൂർഖൻ കടിച്ചാൽ ഉപയോഗിക്കുന്ന ASV ആണ് രാജവെമ്പാലയുടെ വിഷത്തിന് ഇന്ത്യയിലും ഉപയോഗിക്കുന്നത്. കാരണം രാജവെമ്പാലയുടെ വിഷത്തിനെതിരെയുള്ള ASV ഇന്ത്യയിൽ നിർമ്മിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ സാധാരണ ആശുപത്രികളിൽ അത് ലഭ്യവുമല്ല. രാജവെമ്പാലയുടെ വിഷത്തിനെതിരായ ASV നിർമ്മിക്കുന്ന ഒരു രാജ്യം തായ്ലൻഡ് ആണ്. അവിടെ നിർമ്മിക്കുന്ന ASV നമ്മുടെ നാട്ടിലെ രാജവെമ്പാലയുടെ വിഷത്തിനെതിരെ പ്രവർത്തിക്കുമോ എന്നതിൽ പഠനങ്ങൾ നടന്നുവരികയാണ്. ഇതോടെ ഹോട്ട് ന്യൂസ് പൂർത്തിയാവുന്നു. ഇനി വാർത്താ സന്ധ്യയുമായി TK റീത്ത് ചേരും. നമസ്കാരം.